ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരം നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, മറ്റു ശ്രോതാക്കളെ, ഈ വേദിയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സമസ്ത നൂറിന്റെ നിറവിൽ. എന്തായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിറവിക്ക് കാരണം? നമുക്കറിയാം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്ന പ്രദേശമാണ് നമ്മുടെ കേരളം. ശേഷം 800 വർഷത്തോളം മല്ലലേതുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി മുസ്ലിമീങ്ങൾ കേരളത്തിൽ ജീവിച്ചു വന്നു. ആയിടക്കാണ് ഹജ്ജ് തീർത്ഥാടകർ പോലും കടലിന്റെ ആയയിലേക്ക് തള്ളി എറിഞ്ഞുകൊണ്ട് ക്രൂരതയുടെ പര്യായമായ പോർച്ചുഗീസ് നാവികനായ വാസുകോഡി ഗാമ 1498 കാപ്പാട് കപ്പലിറങ്ങുന്നത്. ശേഷം പോർച്ചുഗീസുകാർ മുസ്ലിം ഭവനങ്ങൾ അഗ്നിക്കിരയാക്കിയപ്പോൾ, മസ്ജിദുകൾ തകർത്തപ്പോൾ, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ സംഖ്യയില്ലാ സമരവുമായി മുസ്ലിമീങ്ങൾ രംഗത്തിറങ്ങി. പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തി. ബ്രിട്ടീഷുകാരന്റെ ചീഞ്ഞുനാളുന്ന പതാക ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് വലിച്ചെറിയാൻ മുസ്ലിം ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഈ യുദ്ധങ്ങളിലൂടെയെല്ലാം മുസ്ലിമീങ്ങൾക്ക് അവരുടെ നേതൃത്വം കൊല ചെയ്യപ്പെടുകയും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മാലമൗലൂദുകളെ പരിഹസിച്ചുകൊണ്ട്, പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആചാരങ്ങൾ അത്രയും അനാചാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരം സമ്മാനിച്ച മുറിപ്പാടുകളിൽ മുളകുപൊടി വിതറിക്കൊണ്ട് ഐക്യസംഘം എന്ന പേരിൽ ബിദഅത്തുകാർ കേരളത്തിൽ കടന്നു വരുന്നത്. ബിദഅത്തുകാർ കേരളത്തിൽ അവരുടെ ആശയപ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ ബിദഅത്തുകാർ ബിദഅത്തിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാധികരായ പണ്ഡിതരാൽ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. ബിദഅത്തിനെ പിടിച്ചു കെട്ടുന്നതിലും ബിദഅത്തിനെ പ്രതിരോധിക്കുന്നതിലും സമസ്ത വിജയിക്കുക തന്നെ ചെയ്തു. ബിദഅത്തുകാരുടെയും കള്ള ത്വരീഖത്തുകാരുടെയും കണ്ണിൽ പെടാതെ തള്ളക്കോയി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സമസ്ത ഈ ഉമ്മത്തിനെ ചേർത്തു നിർത്തി. 1951 സമസ്തയുടെ ചരിത്രത്തിൽ തങ്കലിപുകളായി രേഖപ്പെട്ട വർഷമായിരുന്നു. ഈ വർഷത്തിൽ തന്നെയാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടതും. 10,000-ൽ പരം മദ്രസകളിൽ 1,00,000-ഓളം അധ്യാപകർക്ക് കീഴിൽ 10 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ മതപഠനം നടത്തുന്ന സുന്ദരമായ സംവിധാനം. മതപഠനത്തിൽ മാത്രമായിരുന്നില്ല സമസ്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ ആവശ്യത്തിലും സമസ്ത വ്യക്തമായ ദിശാബോധം ഈ മുസ്ലിം ഉമ്മത്തിന് നൽകി. ഈ മുസ്ലിം ഉമ്മത്ത് എപ്പോഴൊക്കെ വെല്ലുവിളികൾ നേരിട്ടോ അപ്പോഴൊക്കെ സമസ്ത വ്യക്തമായ ദിശാബോധം ഈ മുസ്ലിം ഉമ്മത്തിന് നൽകി. 2018 നെടുക്കുന്ന ഓർമ്മകൾ അപ്പവും മരുന്നും നൽകി, പണച്ചാക്കും മരിച്ചാക്കും നൽകി. ക്രിസ്ത്യൻ മിഷനറിമാർ മലപ്പുറം ജില്ലയിലെ ഏതാനും മുസ്ലിം കുടുംബങ്ങളെ മതം മാറ്റിയപ്പോൾ സമസ്തയുടെ നായകനായ ശൈഖുനാ ശംസുൽ ഉലമ ബാദിലുമാരെ മുന്നിലിരുത്തി നടത്തിയ പ്രഭാഷണം അങ്ങ് വത്തിക്കാനെ പോലും പിടിച്ചുകുലുക്കി. 2018 ഭീതി നിറഞ്ഞ ജനങ്ങൾ പൗരത്വ ബിൽ നടപ്പാക്കാനായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് മേഘാവൃതമായ ആകാശം പോലെയായി. ഞങ്ങൾ കുടിയിറക്കപ്പെടുമോ, ഞങ്ങളുടെ വീടും നാടും നഷ്ടപ്പെടുമോ, ഇനി എന്ത് എന്ന ചിന്തയിൽ വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് സമസ്തയുടെ നായകനായ സയ്യിദുൽ ഉലമ ജുഫ്രി മുത്തുകോയ തങ്ങളും ശൈഖുൽ ജാമിയ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദും ഈ ഉമ്മത്തിനെ കോഴിക്കോട് കടപ്പുറത്തേക്ക് വിളിക്കുന്നത്. വിളികേട്ട് ഒഴുകിയെത്തിയ പരിഹാസങ്ങളോട് സയ്യിദുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ ആരും കുടിയിറക്കില്ല, നിങ്ങൾ ഒരാളെയും കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല. ഈ വാക്കുകൾ തെല്ലുമില്ല മുസ്ലിം സമൂഹത്തിന്റെ ആശ്വാസം പകർന്നു. ഇന്ന് സമസ്ത വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. സുന്നി അഫ്കാറും